Welcome to CML Infotech. We'll continue from previous session. Topics: configuring switch from CCNA. So as we discussed, we will be accessing a switch with a COM port. So here, yeah. So when you accessing the switch by using PuTTY software, let's say from the session, the serial that you're going to give 90, this all by default. So let me close and reopen it again. We'll open, click PuTTY. So it will appear as like this. ഇങ്ങനെയാണ് വരിക ഒരു പുട്ടി സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് സ്വിച്ചിൻ്റെ കൺസോൾ പോർട്ടിൽ നിന്ന് കണക്ട് ചെയ്ത കൺസോൾ കേബിൾ സീരിയൽ ടു USB കൺവേർട്ടർ വഴി കൺവേർട്ട് ചെയ്ത USB പോർട്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോം പോർട്ട് സെലക്ട് ചെയ്യും. അത് ഡിവൈസ് മാനേജറിൽ കയറിയിട്ട് പോർട്സിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റാർട്ട് അടിച്ചിട്ട് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിവൈസ് മാനേജർ എന്നുള്ളൊരു പേജ് വരും. ഇതാണ് ഡിവൈസ് മാനേജർ. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പോർട്സിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ COM3 എന്ന് പറയുന്ന പോർട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം നിങ്ങളുടെ പുട്ടി സോഫ്റ്റ്വെയറിനകത്ത് സീരിയൽ വഴി COM3 യൂസ് ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്വിച്ച് ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. Control Shift F16. ആദ്യം would you like to enter the initial configuration dialog എന്ന് പറഞ്ഞിട്ടാണ് വരിക. നമ്മൾ സോഫ്റ്റ്വെയറിൽ കണ്ടതുപോലെ അവിടെ നിന്ന് നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് വിത്ത് ഗ്രേറ്റർ സൈൻ അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. So let me access the switch. The switch is rebooting. Let us reboot, then we can share the switch. Meanwhile, we can look into the switch. So when you turn on the switch, you can get the first screen, switch with the greater sign. This is we called as, let's say you have the topic, Cisco IOS. So here we have primarily two modes, user mode and privilege mode. When you see a switch with the greater sign, that we called as user mode. So here, if you look into this switch with the greater sign called user mode, then you need to enter enable, which you get privilege mode. Then you have a command either disable or exit to go back. Once you enter to the privilege mode, let's say this is your privilege mode. First the switch comes with switch greater sign, then you'll put enable, then it will get the privilege mode. From the privilege mode, you will have many commands. Generally, show commands to view the current configuration, to view the interface status, to view the OS, to view for anything. We generally go with privilege mode.
കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ കമാൻഡും പ്രിവിലേജ് മോഡ് എന്നാണ്. അതേസമയം നമുക്ക് അതിൻ്റെ മുകളിൽ മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ മോഡിൻ്റെ പേരാണ് യൂസർ മോഡ്. ഇവിടുന്ന് EN എന്ന് അടിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു കമാൻഡ് മുഴുവനായിട്ട് അറിയില്ല എങ്കിൽ EN അടിച്ചിട്ട് ടാപ്പ് കീ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി കമാൻഡ് വരും. അപ്പം എനേബിൾ എന്നായി. അതല്ല EN ശേഷം ബാക്കി എന്തെന്ന് അറിയില്ല എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുക. അപ്പം ബാക്കി എന്തെന്ന് കാണിക്കും. ഈയിൽ തുടങ്ങുന്ന എന്തൊക്കെയാന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈയിൽ തുടങ്ങുന്ന കമാൻഡ് കാണിച്ചു തരും. അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാൻ സാധ്യതയുള്ള കമാൻഡുകൾ കാണിക്കും. അങ്ങനെ ഒന്ന് അറിയുന്ന 1 or 2 ലെറ്റർ അടിക്കുക, എന്നിട്ട് ടാബ് കീ പ്രസ് ചെയ്യുക, അപ്പൊ ബാക്കി കമാൻഡ് വരും. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുക. അപ്പൊ ഈ അടിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈയിൽ തുടങ്ങുന്ന കമാൻഡ്, ടി അടിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ടിയിൽ തുടങ്ങുന്ന കമാൻഡ്. ഇങ്ങനെ നിങ്ങൾക്ക് കമാൻഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് എനേബിൾ. ഇപ്പൊ നിങ്ങൾ പ്രിവിലേജ് മോഡിലെത്തി. പ്രിവിലേജ് മോഡിൽ നിന്നും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കമാൻഡ് ഷോ എന്നാണ്. ഷോ എന്ന് പറഞ്ഞാൽ കാണുക. വാട്ട് ടു വീവ്, എന്താണ് ഷോക്ക് ശേഷം. ഇപ്പൊ ഷോ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡ് ഉണ്ട് ഷോയിൽ തുടങ്ങുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഷോ VER. VER എന്ന് പറഞ്ഞാൽ വേർഷൻ എന്നാണ് അർത്ഥം. സോ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി കാണും. എന്നിട്ട് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏത് മോഡൽ ഓഫ്, ഏത് വേർഷൻ ഓഫ് ദി OS, പിന്നെ അതിന്റെ സീരിയൽ നമ്പർ എത്ര ഇന്റർഫേസ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം 2 സെറ്റ് ഓഫ് തിങ്സ്. ഒന്ന് 24 പോർട്ടിന്റെ ഫാസ്റ്റ് ഇത്തർനെറ്റ്, 2 പോർട്ടിന്റെ ഗിഗ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? 24 fast Ethernet, which means 100 Mbps, 2 giga Ethernet, which means 1000 Mbps. So the 24 ports which are acting as downlink to connect the edge devices, and 2 giga Ethernet is used to connect it between switches like uplink. There are a lot of show commands. I recommended you to check by giving show commands. Example, show run, or the full command for the run is running config. You can put the tab key to get the remaining commands. So when you do a switch configuration, let's say you have a switch. Generally it has 3 area. One called RAM, the other one called NV RAM, non-volatile RAM. RAM means random access memory. The third one called flash memory. The RAM is used to store the temporary configuration. Let's say when you make any changes, when you do some configuration, when you write something into the switch, that will be stored into a RAM. Then while you configure, if the switch restarted, or you configured but you forgot to save, later the switch restarted, for some reason switch rebooted, then the configuration will be wiped out. Therefore, once you complete the configuration, you need to save. While you do save, that will goes to NVRAM. Once you save the configuration in the computer, when you write something, as an example in the Word file, after you do the configuration, after you do something in the Word as an example, then you have to save it. While you save your data into the system, you have plenty of choices. You can save into cloud, you can save into local system. When you do local system save, you can do to the C drive, D drive, E drive, depends upon the hard disk drives available, or you can save into pen drive, etc. In the switch, when you do a save, you can save into NVRAM, or if the switch has a facility to connect the pen drive, then you can save into pen drive. Generally the configuration will be saved into NVRAM. So the NVRAM is used to save your content. So let's say your system or your switch or router, any net, those devices restarted, then that will be boot from the NVRAM to seize the configuration. So that based on the configuration which are saved in the NVRAM will be loaded to the device.
If you didn't save anything, then nothing will be loaded from the NVRAM. So the configuration will be wiped out. The flash is used to store your operating system, which we called iOS. In the system, you have a Windows 10, Windows XP, or Windows 8, whatever the OS that you have will be generally will save to C drive. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള OS സാധാരണയായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് C ഡ്രൈവിലാണ്. സെയിം വേ സ്വിച്ചിൻ്റെ OS iOS ഇന്റർ നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫ്ലാഷിലാണ്. So to see the NVRAM, or to see the RAM, you have a command called, let's say, show. SH is the shortcut of show run, running config. To see the NVRAM content, you have a command called show start, START. To save in between them, from run to start, the simple command is WR, write. Or we have a plenty of other command like copy, run, start, write memory. To see the flash command or the image in the flash, you have a command called show flash. Or you have a simple command called dir, which is called directory. So let us see what we have now in the switch. So show running config. You can see the host name of the switch says switch, then the default interface. You can see interface starting from 1 until 24 fast Ethernet, and you have a 2 giga Ethernet, which are 1 gig 1000 Mbps speed. Then, as we said, we have another command called show startup config. We have nothing because we haven't saved anything. So let us do one thing. We can change the switch name. So any configuration would like to do that, you need to go to config T. Config T means terminal, config terminal. The shortcut is called config T. Or you can put conf T. Conf means configuration, T means terminal. Now you are in the configuration mode, which you can do any configuration. To change the host name, you have a command called host name, then name of the host. Let's say, for example, CML Infotech switch 01. When you do some configuration, better to follow or better to have some configuration document, which will help us to make our life easy. We can have the complete configuration steps, configuration plan, configuration database in place. So when you do a configuration, every company have their own standard templates which we need to follow. Like example, when you do a configuration of host name, you might have the name of the company or the floor or the building. So by looking into the host name of the switch, you need to understand the switches belongs to which building, which floor, which rack, which company. They have some set of predefined settings. Let's here we're going to simply say that the first switch, SW means switch, 01 means 1, the first switch of this company CML Infotech, as an example. So we set the host name, then put EXIT, exit command to go back. Let's say show run. Whatever the changes that you do can visible from show run, from the RAM. You can see the name has been changed to CML Infotech. Then Control C to go back to reach the previous session. Let us do show start. You cannot see anything. Let me do a simple command called write memory, or you can simply do WR. Now you save the command. Now whatever you have in the RAM or show run, that you can see from NVRAM or show start. See, now after you saved, you can see from the running startup configuration. You put the show start, you can see the host name.
നമ്മൾ എന്തെങ്കിലും ഒരു കോൺഫിഗറേഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് or environment എന്ന് കാണാൻ പറ്റും. Now we will change the host name again. HO is the shortcut of the host name. Let's say CML Infotech switch -01. Now I change the host name. I need to go exit command to see the commands, to see the show commands. Instead, you can put do command. So you don't need to go back again and again to privilege mode to see your configuration or to see whatever that you wanted to see. You can simply put do command from the higher mode. Higher mode is nothing but you are in privilege mode, you put the config T, you reach to your higher mode, which is config T, a global configuration mode. From here, you can give show run. SH is the shortcut of show, RUN is the shortcut of running config. You can see your host name has been changed from CML info tech. This is spelling mistakes, so we'll put the correct spelling. Infotech. Do show run. Now you can see your host name changed from CML Infotech SW01 to SW switch 01. I changed the host name, which you can see from your show run. Now let us do the same show start. In the show start, you can see the previous name because we haven't saved. അതായത് നമ്മൾ ഒരു കമാൻഡ് മാറ്റം വരുത്തി ആ മാറ്റം വരുത്തിയതിനെ റണ്ണിങ് ഷോ റണ്ണിൽ വെച്ച് കാണാൻ പറ്റുന്നു. അത് തന്നെ നമുക്ക് ഷോ സ്റ്റാർട്ട് സേവിൽ കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അതിന് do write. The write command will work from the privilege, but we will do from the global configuration with the help of do command, do wr. Then now you can see with the show start. Do show start. Okay, so this is the one of the example for to wave the show start commands. So we'll have a clear idea about the basic configuration, I believe so. So let us see if you have any concern about this configuration. We like to practice more. So thank you for being with us from CML Infotech. If you have any concern, you can feel free to reach us. Thank you. Have a good time.